വൈകിട്ട് നോമ്പ് കുറിക്കാനായിട്ട് നമ്മളിന്ന് ചിക്കൻ മോമോസാണ് ഉണ്ടാക്കുന്നത്. എളുപ്പ പരിപാടിയാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത്. നമ്മളതിനായിട്ട് ചോപ്പറിലേക്ക് 3-4 വെളുത്തുള്ളിയും പച്ചമുളക് 2-3 ചെറിയൊരു ക്യാരറ്റും ഒരു സവാള ഇതിത്രയും ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങ് തീരെ പൊടിയാക്കണ്ട. ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ പല ചിക്കൻ്റെ റെസിപ്പികൾ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ ഹെൽത്തിയുമാണ്, നമുക്ക് എളുപ്പവുമാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതേ ചോപ്പറിൽ തന്നെ നമുക്ക് ചിക്കൻ പീസുകളിലിട്ടൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിതിലേക്കിപ്പം ഒരു 4-5 പീസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ചിക്കൻ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുക്കാം. ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാല, മഞ്ഞൾപ്പൊടി ഇതിത്രയാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഓരോ ചിക്കൻ്റെ അളവിനനുസരിച്ച് നമുക്കെടുക്കാം. എന്നിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ ഒരല്പം പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് പെരുംജീരകവും പട്ടയും കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന ചിക്കൻ വേവിക്കാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ഉള്ളിയും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും. ഓവറായിട്ടങ്ങ് ഇട്ട് വേവിക്കേണ്ട. നമുക്കൊരു മീഡിയം പരുവത്തിന് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികൾ കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി ഇത് തനിയെ വെന്ത് കൊള്ളും. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിനകത്തേക്ക് ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം തീ ഓഫാക്കാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് എടുക്കുന്നത് അരിപ്പൊടിയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ട് അതിലൊരല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നല്ലതുപോലെ കിണ്ടിയെടുക്കുക. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന അതേ രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ മാവ് നല്ലതുപോലെ നമുക്കിത് കിണ്ടിയെടുത്ത ശേഷം ഇതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇത് മയപ്പെടുത്തി ഉരുട്ടിയെടുക്കാം. മാവ് നല്ലതുപോലെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഓരോ ഉരുളകളാക്കി എടുത്ത് പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. തീരെ കട്ടി കുറഞ്ഞും പോകരുത്, ഓവറായിട്ട് കട്ടിയായും പോകരുത്. നമ്മളൊരു മീഡിയം പരുവത്തിന് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഈ മസാലക്കൂട്ട് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് അടച്ചെടുക്കാം. ഇത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനുസരണം ഷേപ്പുകളിലേക്ക് ആക്കിയെടുക്കാം. അട രീതിക്ക് വേണേലും ആക്കിയെടുക്കാം, ബോൾ രൂപത്തിലാക്കിയെടുക്കാം, എങ്ങനെ വേണേലും നമുക്കിതാക്കിയെടുക്കാം. അപ്പം ഞാനിതിപ്പം നമുക്ക് ഇഡ്ഡലി തട്ടി വെക്കുന്ന എളുപ്പത്തിന് വേണ്ടി ബോൾ പരുവത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തൂത്ത് കൊടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ എല്ലാ തട്ടിലും എണ്ണ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നും പറക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ മണ്ടയിലും വെക്കാൻ പറ്റും. അന്നേരവും ഈ ഓരോ ബോളിൻ്റെ മണ്ടയിലും നമ്മൾ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മണ്ടയിലും അടുക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇപ്പം നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ എല്ലായിടത്തും നെയ്യ് തേച്ച് പിടിപ്പിച്ച ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ബോളുകളും കൂടെ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനി നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കാം. നമ്മളിത് വൈകിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇടയത്താഴമായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മളിത് നോമ്പ് മുറിക്കാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്.